ഹായ് ഓൾ, ഈ വീഡിയോ ഞാനും ആരവും കൂടിയിട്ടും ഒന്ന് പുറത്തു പോയതിൻ്റെയാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അവന് ഹലോ ഗെയ്സ് എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞിട്ടാണ് ഈ യൂട്യൂബിൻ്റെ ഒരു ഇത് തുടങ്ങിയത് തന്നെ. അപ്പോൾ അവൻ ഇങ്ങനെയല്ല ഇൻട്രോ എടുക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പാചാലനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ അവൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണതാണ്. അപ്പോൾ അവൻ എല്ലാ വെള്ളിയാഴ്ചയും എനിക്കിപ്പോൾ പോവും, പിന്നെ ഞായറാഴ്ചയാണ് തിരിച്ചു വരിക. അപ്പോൾ നാളെ അവന് സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇന്ന് അവൻ പോവുകയാണ്, എനിക്ക് എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നാളെ അപ്പച്ചനെ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കണോണ്ട് എനിക്ക് രണ്ടാളും കൂടി നിന്ന് തന്നെ പറ്റില്ല, അതാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകുന്ന സമയത്ത് ഞാൻ കാലത്ത് പറഞ്ഞില്ലേ ഈ വഴിക്കൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും പശുവും പോത്ത് പട്ടിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പശു ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലത്തെ ഒരു വീടിൻ്റെ അവിടേക്ക് കയറി നിന്നതാണ്. ഇത് അവിടെ കണ്ട, ഇത് വേറൊരു എണ്ണം, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് അവനൊക്കെ ഞാൻ പറഞ്ഞു വിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അവനെ കൊണ്ടുവരാൻ അമ്മ തൃശ്ശൂർക്ക് വരും. അപ്പം അമ്മാൻ്റെ കൂടെ അവൻ പിന്നെ ഞാൻ തൃശ്ശൂർ എത്തിയപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അമ്മയുടെ കൂടെ 2-3 സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് തിരക്കിൻ്റെ ഇടയിലൊക്കെ അവനെ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തന്നെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയിട്ടൊക്കെ കണ്ടാതെ നമ്മുടെ വടക്കുന്നാഥനൊക്കെ നല്ല തെങ്ങി നിൽക്കണത്. അപ്പം അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. നല്ല രസമായിട്ട് എല്ലായിടത്തും ഈ നക്ഷത്രങ്ങൾ, ലൈറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കണ്ടു കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് ശക്തനിൽ ആകാശപാത വന്നിട്ട് ഇതുവരെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നും ആ വഴിക്ക് വരുമ്പോഴായാലും അതിൻ്റെയൊക്കെ കാര്യമൊക്കെ മറക്കാറ പതിവ്. ഇന്നും പകുതി എത്തിയപ്പോഴാണ് കേട്ടോ അയ്യോ ഒരു വീഡിയോ എടുക്കായിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പം അങ്ങനെ ഞാൻ എടുത്തു. ഇങ്ങനെ ശക്തനിൽ